Hallelujah. സ്തോത്രം 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 എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ ഇത്രത്തോളം സമയം നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും കർത്താവ് കൃപ ചെയ്തു. ആമേൻ. ലോക രാജ്യങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ ജനം അവിടെവിടങ്ങളായി കൂടിയിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിരുന്നല്ലോ. ഇന്ന് പകലിലും കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കരുണയിൽ സമ്പന്നനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുള്ളതിനാൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ സ്നേഹത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ എന്ന് പറയും ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. 107 സങ്കീർത്തനം അതിന്റെ 1 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ ഇപ്പോൾ വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Praise you, Jesus. Hallelujah. 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 സങ്കീർത്തനം 107 സങ്കീർത്തനം അതിന്റെ 1 മുതൽ 22 വരെയുള്ള വാക്യപ്രതിമായി നമുക്ക് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വയലിലെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുന്നു, കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിനും ഉള്ള ദേശങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അവനെ അങ്ങനെ പറയട്ടെ. അവർ ഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നു ദാഹിച്ചിരുന്നു, അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ താഴ്ന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവരോട് ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണങ്ങളിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരും ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവൻ. അവരുടെ ഹൃദയത്തെ അവർ കഷ്ടത കൊണ്ട് താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ താമ്ര കതകുകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. മോശന്മാർ തങ്ങളുടെ ലംഘനങ്ങളാൽ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി, അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു. അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു. അവർ യഹോവയെ അവന്റെ നാമം ചൊല്ലി മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങൾ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടി അവരുടെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനത്തെ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് വായിപ്പാൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുടെ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നാം വായിച്ച തിരുവചനത്തിനകത്ത് അവർ അവരുടെ ഞെരുക്കങ്ങളിൽ യഹോവയോട് നിലവിളിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ഹല്ലേലൂയ. അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോഴും അതേ വാക്യം ആവർത്തിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ 19-ാം വാക്യം വായിക്കുമ്പോഴും അവിടെ നമുക്ക് അത് തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതിന്റെ 28-ാം
വാക്യം വായിക്കുമ്പോഴും അപ്രകാരം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ലോകം മുഴുവൻ അനേകര് കഷ്ടതയിലൂടെ കടന്നുപോയി. ആമേൻ. അവർ നിലവിളിച്ചിട്ട് ആമേൻ നിലവിളിക്ക് മറുപടി കിട്ടാതെ പലരും ലോകത്തിൽ നിന്ന് ആമേൻ സ്വയം ജീവനെ ഒടുക്കിപ്പോയപ്പോ ദൈവത്തിന്റെ മക്കളെ ഞാനും നിങ്ങൾ നിലവിളിച്ച സമയത്ത് നമ്മുടെ നിലവിളിക്ക് മറുപടി തന്ന ദൈവത്തെ ഇന്ന് പകൽ പിതാക്കന്മാർ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ചതുപോലെ ഇന്ന് പകൽ ആരാധിപ്പാൻ തക്കവണ്ണം അവൻ നമ്മുടെ നിലവിളിക്ക് മറുപടി നൽകിയെങ്കിൽ, ഇന്നലകളിൽ നാം അനുഭവിച്ച കഷ്ടതയുടെ മധ്യേ ആമേൻ കൈപിടിച്ച് നടത്തിയെങ്കിൽ ഇന്ന് പകൽ അതോർത്ത് നന്ദിയുടെ ഹൃദയത്തോടെ കാര്യങ്ങൾ അടിച്ച് ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ ദൈവം വിടുവിക്കാൻ തക്കവണ്ണമിടയായിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യ്. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളടിച്ച് കഷ്ടതയിൽ നിന്ന് അവനെ വിടുവിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, നമ്മെ പ്രാർത്ഥനയിലാക്കി മാറ്റിയ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കൊറോണ നിമിത്തം ലോകരാജ്യങ്ങളിൽ പിന്നെയും അനേകം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ വേദനിപ്പിക്കുന്ന ആമേൻ നമ്മളെ ദുഃഖിപ്പിക്കുന്ന അനേക വാർത്തകൾ നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. മലയാളികളായിരിക്കുന്ന പ്രവാസികളിൽ പലരും നാട്ടിലേക്ക് വരുവാൻ കഴിയാതെ ആമേൻ അതെ രോഗത്താൽ ഭാരപ്പെട്ടപ്പോൾ ഒരു കുടുംബം ആമേൻ അതെ ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. നോക്കിക്കേ, തങ്ങളുടെ കഷ്ടതയിൽ നിലവിളിച്ചപ്പോൾ നിലവിളിക്ക് മറുപടി ലഭിക്കാതെ പോയപ്പോൾ സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നവരുടെ മുമ്പിൽ ഇന്നലകളിൽ നിലവിളിക്ക് മറുപടി നൽകിയ ദൈവത്തെ ഇന്നു പകലിലും ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു, ദൈവം നമ്മെ ബലപ്പെടുത്തുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ നന്ദിയുടെ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. മരിച്ചവരും അവനിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിപ്പാൻ അവൻ നമ്മെ കൂട്ടിവരുത്തിയ, അവൻ നമ്മെ പ്രാപ്തിയുള്ളതാക്കി മാറ്റിയ ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ. പ്രിയ ഷീജ ചുരുക്കം വാക്കുകളിൽ ആമേൻ ഇന്നത്തെ ആരാധന ഇത്രത്തോളം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത കർത്താവിന് നന്ദി പറഞ്ഞ് ആമേൻ അതേ ലോകം മുഴുവൻ ആമേൻ ദുഃഖത്തിലായിരിക്കുന്ന, ഭാരത്തിലായിരിക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവിക സമാധാനം പ്രാപിപ്പാൻ ഇടയാകേണ്ടതിന്, ദൈവവചനം അനുസരിച്ച് ജീവിപ്പാൻ ഇടയാകേണ്ടതിനായി ആമേൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ അവർ വേർതിരിക്കപ്പെടേണ്ടതിനായി ഇന്ന് പകലിൽ ആമേൻ കേരളത്തിൽ ആമേൻ അത് ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ ആരാധിക്കുന്ന ദൈവജനത്തെ ദൈവം ശക്തീകരിക്കേണ്ടതിനായി തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ട് ചുരുക്കം വാക്കുകളിൽ ആത്മനിർവ്വഹി പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹമായി സ്നേഹിക്കുന്ന സ്തുതിക്കുന്ന നല്ല കർത്താവേ, അനുഗ്രഹമായ നല്ല പരിശുദ്ധമായ കാര്യത്തിനാണ് നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന പോലെ ഇന്ന് പലകാലം കർത്താവിടെ കൂടുമായ ഭാവത്തിലായി കർത്താവേ കൃപയിൽ നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തുക, എൻ സർവാന്തരമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എന്മേ ഹോമി വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാൻ തിരുവനന്തപുരത്ത് വായിക്കൂല. ഒരാഴ്ചക്കാലം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി പറയുക. അപ്പൊ ഇന്ന് വാൽക്കാരുടെ കുടുംബമായ സഹായിച്ചാണ് മാറ്റപ്പെട്ടപ്പോ അപ്പൊ ആരോ കുടുംബങ്ങൾ താഴ്ന്നു പോയപ്പോൾ അപ്പൊ അദ്ദേഹം അവിടെ നിന്നെല്ലാം കുടുംബമായി കാത്തു വഹിച്ച് ഇത്രത്തോളം കൊണ്ടുപോയി. അപ്പൊ അവിടുത്തെ കൃപയൊന്നും മാത്രം, അവിടുത്തെ കാരണമൊന്നും മാത്രം. അപ്പൊ ഞങ്ങൾക്കൊന്നും പുകഴുവാനില്ല, അപ്പൊ കൃഷിയില്ലാതെ ഞങ്ങൾക്ക് പുകഴിനൊന്നുമില്ല. അപ്പൊ അവിടുത്തെ കൃപയ്ക്കായ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് പാലക്കാട് കർത്താവെ അവരുടേതായ ഭവനങ്ങൾ, ആലയങ്ങളിൽ കർത്താവെ ആമേ ആരാധന കൂടിയിരിക്കുന്നവരോടൊപ്പം കർത്താവ് അടിയങ്ങൾക്കും ഭവനത്തിലായിരിക്കും കർത്താവെ അവിടുത്തെ കൃപയിൽ നന്ദിയോട് സ്തുതിക്കുന്നു. ശുശ്രൂഷ എല്ലാം വളരെ അനുഗ്രഹമായി കർത്താവെ അവർ സഹായിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൊറോണ നിമിത്തം കർത്താവെ അനേക പ്രിയപ്പെട്ട ഭാരപ്പെട്ടുകൊണ്ട് അനേക രോഗികളായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ, അനേക പ്രിയപ്പെട്ട സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പൊ ഈ ദിവസം സമാധാനം, സന്തോഷം കർത്താവെ അവർ നൽകി കൊടുക്കുന്ന ദിവ്യ സമാധാനം ഓരോരുത്തരുടെ മേലോട്ട് കൊടുക്കണമേ. അവരെല്ലാം കർത്താവിനെ അറിയുക, കർത്താവിന്റെ സാക്ഷികളായി തീരുക. അപ്പൊ അവർ മുഖാന്തരം അവർക്ക് ഒരുക്കി കൊടുക്കുമാറാണ് പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പന്റെ കരങ്ങൾ പ്രവർത്തിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പലർക്കും ലൈവിലായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പലർക്കും ഞങ്ങളോട് കൂടെ ആരാധന അവരെ ശക്തിയെ ബലപ്പെടുത്തണമേ. അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിത്തീരോ, വിടുതലായിത്തീരോ, സമാധാനമായിത്തീരോ താഴെയാണ്. ഈ സമയം ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ അനുപ്രദേശത്തെ കാലം തൊട്ട് സൗഖ്യം, വിടുതൽ, ആശ്വാസം അപ്പച്ചൻ കൽപ്പിക്കുമാറാണ്. ഉച്ചോട്ടുള്ള കാലം ദേശം വ്യാപരിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ കര അവൻ തൊട്ട് സൗഖ്യമാക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ താങ്കൾ വായിക്കുന്നത് നല്ല സങ്കീർത്തനങ്ങൾ നൽകുക. അപ്പൊ അതിനോട് ശുശ്രൂഷണം രാസിനെ ശക്തിയെ ബലപ്പെടുത്തണമേ. മാൻപേടകൾ പ്രസംഗിക്കുമ്പോൾ ഹിംബശബ്ദം, വനങ്ങളെ തോന്നിയിരിക്കുമ്പോൾ ഹിംബശബ്ദം എല്ലാവർക്കാരാണ് കാലുകൾ തോൽപ്പിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ക്രൂശിന്റെ മറന്ന് സംസാരിപ്പാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാട്ട്, പ്രാർത്ഥന, ആരാധന എല്ലാം അങ്ങേക്ക് പ്രസാദകരമായി തീരുക. അപ്പൊ സഹായിക്കുമ്പോഴാണ് വേൻ പ്രാർത്ഥന. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ല, കടപ്പമല്ല, പരിശുദ്ധമാക്കി കൊടുക്കുക. അപ്പൊ സഹായിക്കുമ്പോഴാണ് വേൻ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധമാണ് വലിയ സാരിയില്ല, വലിയ അപ്പൊ മറക്കോട്ടിന്റെ ഇറങ്ങി വരുമാറാണ് വേൻ പ്രാർത്ഥിക്കുന്നു. അവിടെ സാന്നിധ്യം കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുരോഗമനോട് നടക്കുന്ന സകല വിശുദ്ധമാരാധന ഈ ചെറിയ കൂട്ടത്തിൽ അനുഗ്രഹിക്കും മാനിക്കുമാറാണ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയം അവിടുത്തെ കത്തേൽപ്പിച്ച് പ്രാർത്ഥിക്കും. അല്പസമയം അവിടെ ബാധിക്കുമ്പോ ഏകാർത്ഥമനുസരിച്ച് ഭയഭക്തിയുടെ ആവശ്യകതയായി പങ്കെടുത്ത കൃപയുമാറാണ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കൂടി സഹായി സകലമാനം താഴ്ത്തേൽപ്പിക്കുന്ന പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്താൽ ചെയ്യും, ദൈവത്താൽ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആ പുണ്യനാമം ഇന്ന് പകൽ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതില്ല. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അല്പസമയം നമ്മെ നടത്തിയ നമ്മുടെ കർത്താവിനെ, ഹല്ലേലൂയ, നമ്മുടെ കഷ്ടതയിൽ ഹല്ലേലൂയ നമ്മെ വിടുവിച്ച, നമ്മെ സൂക്ഷിച്ച, നമ്മെ പരിപാലിച്ച നമ്മുടെ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം ചെയ്താൽ ആദരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. രാജാതി രാജാവ്, കർത്താവ് കർത്താവ്, ദേവാദി ദേവനും ആമേൻ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരുമായ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ മധ്യമുണ്ടല്ലോ. അവന്റെ മറിയ സാന്നിധ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായവൻ, ഹല്ലേലൂയ. സ്തുതികളിലെ വസിക്കുന്നവൻ, സർവശക്തനായവൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ മധ്യമുള്ളതിനായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ
നിറയ്ക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ വീഴ്ചയെ നമ്മുടെ താഴ്ചയെ നമ്മുടെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തികളെ ഓർത്ത് ഇന്ന് പകരയോടെ നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ ആമേൻ നമ്മുടെ വീഴ്ചയിൽ ആമേൻ നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര മതിയായവനാ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഹല്ലേലൂയ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം ആമേൻ. അതെ, നാളിതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ആമേൻ അതെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. നാം പാടിയതുപോലെ ആമേൻ നാം ആരാധിച്ചതുപോലെ മാറ്റിയല്ലോ എൻ ജീവിതത്തെ. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൃപയാൽ. ഹല്ലേലൂയ. കൃപയാ ആമേൻ. അതെ, നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാം. സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത് ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. അതെ, എല്ലാവരും ആരാധനയൊക്കെ കഴിഞ്ഞ് ഉച്ച ഊണിന്റെ സമയത്ത് എത്തിയിരിക്കുകയാണ്. എന്നാൽ പ്രഭാതത്തിൽ ഞങ്ങൾ അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്ന് ആമേൻ അതിനുശേഷം ആമേൻ ഇപ്രകാരം ആമേൻ ഒരുമിച്ച് ഒരു കൂട്ടായ്മ ആമേൻ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ഇന്ന് ഈ ഞായറാഴ്ച ഹല്ലേലൂയ പലരും നിരാശപ്പെട്ട് ദുഃഖിതരായി പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ മാറ്റമില്ലാത്ത കൃപ നമ്മുടെ മേൽ പകർന്നു. ഹല്ലേലൂയ. കൃപ ലഭിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിച്ചിരട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ, ബലപ്പെടുത്തുന്നല്ലോ. ഇന്ന് പകൽ ആമേൻ ദൈവസന്നിധിയിലായിരിക്കുന്ന വിശേഷാൽ ഈ ലൈവിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, വരും ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും എന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. അല്പസമയം ദൈവസന്നിധിയിൽ ആമേൻ ദൈവവചനം ചിന്തിപ്പാനായി ധ്യാനിപ്പാനായി സമയം വേർതിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് ഈ ലൈവിലൂടെ ആമേൻ ഇങ്ങനെ ആരാധിക്കുന്നതും ആമേൻ പ്രാർത്ഥിക്കുന്നതും ദൈവവചനം ധ്യാനിക്കുന്നതും ഒക്കെ ലൈവായിട്ട് വിടുന്നത്? സ്തോത്രം. അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, ആമേൻ അതേ സർവശക്തനായ ദൈവം കാലാകാലങ്ങളായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവ ജനത്തിന്റെ നടുവിൽ ദൈവം ആമേൻ ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുവാൻ ദൈവം ചിലരെ വേർതിരിച്ചു. സ്തോത്രം. ആമേൻ. അതെ, അപ്പോസ്തലന്മാർ എന്നാണ് അവരെ കുറിച്ച് സത്യവേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്താൽ അയക്കപ്പെട്ടവർ. ഹല്ലേലൂയ. അവർ പോയിടത്തെല്ലാം ദൈവത്തിന്റെ വചനം അതിശക്തിയോടെ പ്രസംഗിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. യോശുവയുടെ കാലത്ത് ആമേൻ അതെ ദൈവം പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെയിരിക്കും. സ്തോത്രം. യോശുവയുടെ പുസ്തകം ആമേൻ അതെ 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും. കണ്ടോ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. രാവും പകലും
അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആമേൻ. വായിൽ നിന്ന് ആമേൻ അതെ കേൾക്കാൻ കൊള്ളാത്ത വാക്കുകൾ, ആമേൻ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾ, ആമേൻ അസഭ്യങ്ങൾ, അല്ലെ മാതാപിതാക്കൾ ഉച്ചരിക്കാത്ത വാക്കുകൾ പോലും ഉച്ചരിച്ചുകൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ആമേൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായി ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട യാക്കോബ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ നാവ് ചെറിയൊരു അവയവമാണെങ്കിലും ആ നാവ് വരുത്തിവെക്കുന്ന ദോഷത്തെ കുറിച്ച് വളരെ ശക്തമായി ദൈവസഭയ്ക്ക് ലേഖനം എഴുതി പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നാവ് ചെറിയൊരു അവയവമാണ്, പക്ഷെ അതിന്റെ ദോഷം നാവിൽ നിന്നും വെളിയിലേക്ക് വരുന്ന വാക്കുകൾ കൊണ്ട് സംഭവിക്കുന്ന ആമേൻ അതെ സംഭവങ്ങളെ കുറിച്ച് ലേഖകൻ അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഭവനങ്ങളില്, നമ്മുടെ ചുറ്റുപാടുകളിലും ആമേൻ ചിലർ അവരുടെ നാവ് കൊണ്ട് അവരുടെ ശബ്ദത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന വാക്കുകൾ നിമിത്തം എത്രയെത്ര കുടുംബങ്ങളാ തകർന്നു പോയത്, എത്രയെത്രയോ സമൂഹങ്ങളാ തകർന്നു പോയത്. എന്നാൽ കർത്താവ് പറയുന്നു, കേൾക്കാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയാൽ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുവാൻ ഉതകുന്നതാകട്ടെ. അതുകൊണ്ട് അതെ യോശുവയുടെ കാലത്ത് സർവശക്തനായ ദൈവം മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പക്ഷേ നീ എന്ത് ചെയ്യണം? ഒന്നുകൂടെ വായിക്കാം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് എന്ത് ചെയ്യണം? ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനാകും. ആമേൻ. പ്രവൃത്തി ആമേൻ സാധിക്കണമെങ്കിൽ, ആമേൻ കൃതാർത്ഥനായിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഒത്തിരി പണമുണ്ടാക്കണം, വെട്ടിപ്പിടിക്കണം, ആമേൻ അതെ സുഖലോലപതയിലൂടെ ആമേൻ ജീവിക്കണം, ഇതിൽ എല്ലാം ആവശ്യം. പക്ഷെ ഇതിനേക്കാൾ ഉപരി ആമേൻ അതെ യോശുവയോട് ദൈവം പറഞ്ഞത് എന്താണ്? ആമേൻ ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആമേൻ നിന്റെ വായിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്നവർക്ക് നീ ആരെന്ന് വെളിപ്പെടുത്തക്കവണ്ണം ആയിരിക്കണം ഈ ഭൂമിയിലെ നിന്റെ ജീവിതം. ആമേൻ ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന മേഖലയിൽ നിന്നിൽ നിന്നും വെളിയിലേക്ക് വരേണ്ടത് ഈ ന്യായപ്രമാണ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ആയിരിക്കണമെന്ന് ദൈവം ഹല്ലേലൂയ യോശുവയോട് പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 5 മുതൽ ഒന്ന് വായിച്ചു. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. നിന്റെ ജീവകാലത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ, കണ്ടോ, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന്, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. നല്ല വാഗ്ദത്തമാണ് അല്ലെ? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവിടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. കണ്ടോ, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം നീ വിഭാഗിച്ചു കൊടുക്കുവാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തി നിർത്തിയിരിക്കുക. നീ ഉറപ്പുള്ളവനായി ധൈര്യമുള്ളവനായിട്ട് ഇരിക്കുക. ആമേൻ. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, ഇന്ന് പകൽ ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഡോക്ടർ നിന്നെ ഉപേക്ഷിച്ചേക്കാം, ദേശം നിന്നെ ഉപേക്ഷിച്ചേക്കാം, രാജ്യങ്ങൾ നിന്നെ ഉപേക്ഷിച്ചേക്കാം. നീ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ ഹല്ലേലൂയ നിന്നെ ആമേൻ ഉപേക്ഷിച്ച് തള്ളുന്ന ലോകത്ത് ആമേൻ നിന്നെ ഉപേക്ഷിക്കാതെ കണ്ട് ആമേൻ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന്. കണ്ടോ, അപ്പൊ മോശ
ആമേൻ കൽപ്പിച്ച ന്യായപ്രമാണം. ഇന്ന് പകൽ ഈ സത്യവേദ പുസ്തകത്തിനകത്ത് നിന്ന് ചില ഉദ്ധരണികൾ വായിച്ചുകൊണ്ട് ആമേൻ ഈ ലൈവിലൂടെ എന്തിനാണ് ഈ സന്ദേശം അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആമേൻ നീ കൃതാർത്ഥനായിരിക്കുവാൻ, നിന്റെ പ്രവൃത്തിയെല്ലാം സാധിക്കുവാൻ, നിന്റെ ജീവിതകാലത്ത് ആരും നിന്നെ അറ്റാക്ക് ചെയ്ത് ആമേൻ നശിപ്പിക്കാതിരിക്കുവാൻ, ആമേൻ നീ ശക്തിയുള്ള ദൈവകൃപയുള്ള ഒരു മനുഷ്യനായി എഴുന്നേറ്റ് വരത്തക്ക വിധത്തിൽ നീ കേൾക്കുന്ന വചനം നിന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് യോശുവയോട് പറഞ്ഞത്, ആമേൻ മോശ നിനക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടത്. കണ്ടോ? അപ്പോ മോശ തന്റെ മുമ്പിലായിരുന്ന ജനത്തോട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. ആമേൻ. അതുകൊണ്ട് ഈ ലൈവിൽ ഇന്ന് പകൽ ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ കേൾക്കുന്ന വചനം അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ, അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാണെങ്കിൽ നീ കൃതാർത്ഥനാകും, നിന്റെ പ്രവൃത്തി സാധിക്കും. നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ആമേൻ അതെ ഉയർന്നു വരുന്ന പ്രതിസന്ധിക്കകത്ത് നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആരെല്ലാം ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാതെ ചേർത്ത് നിർത്തി നിന്നെ ശക്തിയുള്ളവനാക്കി മാറ്റുന്ന ഒരു ദൈവം. നല്ല ഉറപ്പും ഉള്ളവനായി മാത്രം ഇരിക്കുക. നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ഇതിനകത്തുള്ള വചനത്തിൽ നീ ഉറയ്ക്കണമെന്ന്, ഈ വചനം വായിച്ച് നീ ധൈര്യപ്പെടണമെന്ന്. ഈ രണ്ട് കാര്യമേ ദൈവം നിന്നോട് പറയുന്നുള്ളൂ. ഒന്ന്, നീ ഈ വചനത്തിൽ ഉറയ്ക്കണം. രണ്ട്, ഈ വചനം വായിക്കുമ്പോൾ നിനക്ക് ധൈര്യമുണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ വചനത്തിനകത്ത് നീ ഉറയ്ക്കത്തക്ക വിധത്തിൽ, ഇത് വായിക്കും തോറും നീ ധൈര്യമുള്ളവനായി മാറത്തക്ക വിധത്തിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവിന്റെ ആമേൻ അഭിഷേകത്തിന്റെ നിറവിലേക്ക് ഇന്ന് പകൽ നിന്നെ നയിപ്പാൻ നാം ആരാധിക്കുന്ന ദൈവം ശക്തിയുള്ളവൻ. അത് തിരിച്ചറിയുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന്റെ നാമത്തിൽ കൊടുക്കണം. നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ തകർത്ത് കളയുമെന്ന് ആമേൻ ഭീതിപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് നിന്ന് നിന്നെ പുറത്ത് ജയോത്സവമായി മുമ്പോട്ട് നടത്തുവാൻ അധികാരമുള്ളവർ ഹല്ലേലൂയ പറയുകയാണ്. അതേ മോശ വഴി നീ കേട്ട ന്യായപ്രമാണം അനുസരിച്ച് നീ ഉറപ്പും ധൈര്യമുള്ളവനായി കണ്ടോ? നീ എവിടെ ചെന്നാലും അവിടെ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ട് മാറരുത്. ഇന്ന് പകലിലും ആവർത്തിച്ച് ആമേൻ നിന്റെ കാതുകളിൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നീ ആയിരിക്കുന്ന വിദേശത്ത്, നീ ആയിരിക്കുന്ന സ്വന്തം ഭവനത്തിൽ ശുഭപ്പെട്ട് കാണുവാൻ, ശുഭപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം നിന്നെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വചനം, അതേ നരഭോജികളെ അവൻ നരസ്നേഹികളാക്കി മാറ്റിയ ദൈവത്തിന്റെ വചനം നിന്റെ കാതുകളിൽ വീണ്ടും ആവർത്തിച്ച് കേൾപ്പിക്കുന്നത് നിന്റെ ഭവനത്തിനകത്ത് നീ ശുഭമായിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അവൻ രാജാവിന്റെ കാലത്തും കോരസിന്റെ കാലത്തും ദാനിയേല് ശുഭപ്പെട്ടിരുന്നത് പോലെ ആരുടെ കാലത്ത് ശുഭകരമായ ഒരു ജീവിതം നയിപ്പാൻ ഉതകുന്ന ഒരാത്മമണ്ഡലം ഇന്ന് പകൽ അവൻ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി തുറന്നു വിടുക ദൈവം ശക്തിയുള്ളവർ തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് ഇതിൽ നീ ഉറയ്ക്കണം. ആമേൻ. ഇതിൽ നീ വിശ്വസിക്കണം. ആമേൻ. ഇതനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറാകണം. ഏത് പരീക്ഷയും ആമേൻ നേരിടുവാൻ കരുത്തുള്ള മനുഷ്യനാക്കി നിന്നെ മാറ്റുന്ന ഒരേ ഒരു മാർഗം, ഒരേ ഒരു വചനം ദൈവത്തിന്റെ പ്രമാണമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നീ നേരെ പോകുമ്പോൾ ഇടത്തു നിന്നും വലത്തു നിന്നും നിന്നെ പ്രലോഭിപ്പിച്ച് കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുവാൻ തക്കവണ്ണം ഇടയാകാം. എന്നാൽ അതിലേക്കൊന്നും തിരിയാതെ നീ ദൈവവചനത്തിൽ ഉറച്ച് ആമേൻ നീ ആയിരിക്കുന്ന നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആ വിളി ഉന്നതമാ, ദൈവത്തിന്റെ പ്ലാൻ വലിയതാ. യോശുവേ ആമേൻ വാഗ്ദത്തം കേട്ടവരെ ഇന്നും ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയാതെ പട്ടുകൊണ്ടിരിക്കുമ്പോ ആ വാഗ്ദത്തം പിതാക്കന്മാരിലൂടെ കൈമാറി വന്ന് നിന്നിലൂടെ അത് വിഭജിക്കപ്പെട്ടു കൊടുക്കുവാൻ ഞാൻ നിന്നെ അഭിഷേകമുള്ളവനായി നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ കരങ്ങളെ ബലപ്പെടുത്തി ജീവിതകാലത്ത് നിന്നെ തകർത്ത് കളയുവാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കാത്ത വിധത്തിൽ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ നയിപ്പാൻ ഞാൻ ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്? നീങ്ങിപ്പോകരുത്.
പോലെയൊക്കെയും ആദി എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായിരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്തുകൊണ്ടാണ് ആമേൻ ഈ വചനം ആമേൻ ഇത്ര ആധികാരികമായി ഈ ലൈവിലൂടെ ആമേൻ അതേ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നീ പോകുന്നിടത്തൊക്കെയും നീ തകർന്നു പോകാതെ ആമേൻ നിന്നെ നിലനിർത്തുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ദൈവവൈദ്യലെ നിനക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടത്. നീ കേൾക്കുന്ന വചനം ആമേൻ മോശയിലൂടെ യോശുവ കേട്ടത് അനുസരിച്ച് ചുവടുവെക്കുവാൻ തയ്യാറായാൽ നീ പോകുന്നിടത്തെല്ലാം ശുഭപ്പെട്ടിരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. ഇന്ന് പകൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ആമേൻ അതെ ദൈവം എനിക്ക് നൽകുന്ന സമയത്ത് ആമേൻ ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വേഗം ഒന്ന് കൊണ്ടുവരാം. ഹല്ലേലൂയ. നാം വായിച്ച സങ്കീർത്തനം 107 സങ്കീർത്തനമാണല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ നിങ്ങളോട് പറയുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മെസ്സേജ് മത്തായി സുവിശേഷം 16 അധ്യായം 18 വാക്യത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16 അധ്യായം 18 വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ ഇന്ന് ഈ ലൈവിൽ എന്നോടൊപ്പം ആയിരിക്കുന്ന ഇന്ന് എന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ പ്രിയപ്പെട്ടവളോട് ആമേൻ ദൈവം നൽകുവാനായി തന്ന മെസ്സേജ് മത്തായി സുവിശേഷം 16 അധ്യായം 18 വാക്യമാണ്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. അവൻ അറിവിൽ നിന്ന്, ഹല്ലേലൂയ, ഈ പുസ്തകം വായിക്കും തോറും നമുക്ക് അറിവുണ്ടാകും. ഹല്ലേലൂയ. അതെ, അറിവുള്ളവരിൽ നിന്ന് കേൾക്കും തോറും നമുക്ക് അറിവുണ്ടാകും. സ്തോത്രം. എന്നാൽ അറിവിൽ നിന്ന് ഒരു മനുഷ്യനെ വെളിപ്പാടിലേക്ക് നയിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, അറിവിൽ നിന്ന് വെളിപ്പാടിലേക്ക് നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച് വളർത്തപ്പെട്ട ആമേൻ അതെ കുടുംബസ്ഥനായ ഉത്തരവാദിത്വമുള്ള പ്രാരബ്ധമുള്ള ജീവിതത്തിനുടമയായ ആമേൻ അതെ പത്രോസ് കടൽക്കരയിൽ മുക്കുവനായിരുന്നത് കൊണ്ട് അതെ പകല് മുഴുവൻ രാത്രിയിലും ആമേൻ കടലിൽ പോയി ആമേൻ അതെ കുടുംബത്തിന്റെ പ്രാരബ്ധം ആമേൻ നീക്കാൻ വേണ്ടി, കുടുംബത്തെ പുലർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന അധ്വാനശീലനായ കഠിനാധ്വാനിയായ ആമേൻ കടലിൽ ആമേൻ അധ്വാനിക്കുന്ന അതേ മുക്കുവനായ പത്രോസിനെ ആമേൻ അതേ സർവശക്തനായ ദൈവം ആമേൻ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ആമേൻ വിളിച്ചു. ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ച പത്രോസിനെ ആമേൻ അതെ കർത്താവ് ആമേൻ അതെ ചില ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യത്തിന്റെ മറുപടിയായി യേശു കർത്താവ് പറഞ്ഞ വേദഭാഗമാണ്, നീ പത്രോസാകുന്നു. നീ ഒരു സാധാ മനുഷ്യനാണ്. ഇന്ന് പകൽ ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, നീ ഒരു സാധാ മനുഷ്യനാണ്. നിനക്ക് കുടുംബമുണ്ട്, നിനക്ക് ഉത്തരവാദിത്വമുണ്ട്, നിനക്ക് പ്രാരാബ്ധമുണ്ട്, ഊണില്ല, ഉറക്കമില്ല. നിന്റെ കൂടെയുള്ള നിന്റെ മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി, അല്ല നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു അധ്വാനശീലമുള്ള ഒരു മനുഷ്യനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ അരുമനാഥൻ വിളിച്ച വിളിയായിട്ട് ഇറങ്ങിയ പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് ജനം എന്താ പറയുന്നത്? ഹല്ലേലൂയ. ആമേൻ. എന്നെ കുറിച്ച് ജനം എന്താ പറയുന്നത്? സ്തോത്രം. ഈ ലോകം എന്നെ കുറിച്ച് എന്താ പറയുന്നത്? പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ഇന്നും അങ്ങനല്ലേ? സോഷ്യൽ മീഡിയ നോക്കിയാൽ കർത്താവായ യേശുവിനെ കുറിച്ചും പിതാവായ ദൈവത്തിനെ കുറിച്ചും
അല്ലെ? ദൈവ ജനത്തെ കുറിച്ചും ദൈവസഭയെ കുറിച്ചും ഒക്കെ വിമർശിക്കുകയും കമന്റ് ഇടുകയും പല കാര്യങ്ങൾ പല രീതിയിൽ പഠിപ്പിക്കുകയും അതെ ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. അക്കാലത്തും കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിക്കുന്ന, തന്റെ ശബ്ദം കേട്ട് അതെ എല്ലാം വിട്ട് തന്നെ പിൻപറ്റുന്ന ശിഷ്യന്മാരോട് യേശു ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് ജനം എന്താ പറയുന്നത്? പല കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതിന്റെ 15 മുതൽ ഒന്ന് വായിച്ചു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അതിന്റെ മുമ്പ് അതിന്റെ 1-2 വാക്യം മുകളിൽ നിന്ന് വായിച്ചു. യേശു ഫിലിപ്പീസിന്റെ കൈസരയുടെയും യേശു ഫിലിപ്പിന്റെ കൈസരയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരുടെ ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാ പ്രവാചകനെന്നും ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന്, നിങ്ങളോ ആരോടാ ചോദിക്കുന്നത്? ശിഷ്യന്മാരോടാ കേട്ടോ. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവ പൈതലേ, യേശു ആരാ? ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് അറിവുള്ളവര്, യേശുവിനെ കുറിച്ച് കേട്ട് അറിവുള്ളവര് പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്തൊരു മനുഷ്യൻ, ബത്സയിദാക്കാരൻ, ജാതിയിൽപ്പെട്ടവൻ, പാരമ്പര്യം പറയാനില്ല, പാണ്ഡിത്യമില്ല, കുലമഹിമയില്ല, പറയത്തക്ക വലിയ കഴിവൊന്നുമില്ല, കടലും പടലും വലയുമായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന പത്രോസിനോട് കൂടെയുള്ള ശിഷ്യന്മാരോട് അരുമനാഥൻ ചോദിക്കുക, അവര് പറയുന്നതൊക്കെ പോട്ടെ, എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അപ്പുറത്തുള്ളവൻ പറയുന്നതും ഇപ്പുറത്തുള്ളവൻ പറയുന്നതും കേട്ടിരിക്കാനല്ല. അവര് പറയുന്നത് പറഞ്ഞോട്ടെ. അവരോട് എനിക്ക് മറുപടിയില്ല. എന്നാൽ എന്നെ അനുഗമിക്കുവാൻ സകലതും വിട്ട് ക്രൂശിൽ തന്നെ അനുഗമിക്കുന്ന നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും പലതും പറഞ്ഞ് സമയം കളയുമ്പോ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ പൈതലെ, നിനക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് എന്താണ്? ഹല്ലേലൂയ. ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വാഗ്ദാനം കേട്ട, ഈ മറുപടി കേട്ട ലോക രക്ഷകനായ യേശു ക്രിസ്തു കടൽക്കരയിൽ അധ്വാനശീലനായ അധ്വാനഭാരം പേറി നടക്കുന്ന പത്രോസിനെ വിളിച്ച് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോ അനുഗമിക്കുവാൻ തയ്യാറായ പത്രോസിന്റെ ഈ മറുപടി കേട്ടപ്പോൾ അരുമനാഥൻ മറുപടി കൊടുത്തത് എന്താണ്? യേശു അവനോട് ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. കണ്ടോ? അറിവിൽ നിന്ന് ഒരു മനുഷ്യനെ വെളിപ്പാടിലേക്ക് കൈപിടിച്ചു നടത്തുന്ന ഒരു സ്വർഗീയ പിതാവിനെ തന്റെ പുത്രനായ ക്രിസ്തു അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയാ. ഇന്ന് പകൽ എവിടെയോ കേട്ട പ്രസംഗത്തിലൂടെ, ആരോ പറഞ്ഞ അതേ വചനത്തിലൂടെ, അതേ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ പൈതലെ, അവൻ ശരിയായ ഒരു വെളിപ്പാടിലേക്ക് നിന്നെ കൈപിടിച്ചു നടത്തുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകൽ ആരാധിക്കുന്ന നമ്മുടെ മധ്യയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്
എത്തിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാടിലേക്ക് പത്രോസിനെ നയിച്ച ദൈവം, അതെ, യാക്കോബ് ഭയന്നൊടിയപ്പോ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, സ്വർഗം തുറന്നിരിക്കുന്നു, ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഒരു സ്വർഗീയ വെളിപ്പാടിലേക്ക് യാക്കോബിനെ നയിച്ച ദൈവം ഇന്ന് തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, നശിച്ചു പോകാതെ മുമ്പോട്ട് പോകുക ഒരു വെളിപ്പാടിലേക്ക് എന്ന് പകൽ നിന്നെ നയിപ്പാൻ ദൈവം ശക്തിയുള്ളവർ, വിശ്വസിക്കുന്നവർ കാലങ്ങൾ ധരിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തും. വെളിപ്പാടില്ലാത്തടുത്ത് സഭ മര്യാദ കെട്ട് നടക്കുന്നവർ. ഹല്ലേലൂയ. ശരിയായ വെളിപ്പാട്, ശരിയായ കാഴ്ചപ്പാടില്ലെങ്കിൽ തകർന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ആമേൻ, അതെ, ഈ കുറിവാക്യത്തിൽ നിന്നുകൊണ്ടാണ് ആമേൻ നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എനിക്ക് അതെ വചനം വെളിപ്പാട് നൽകിയിരിക്കുന്നത്. ഇന്ന് പകൽ ഹല്ലേലൂയ സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. വെളിപ്പാട് ഇല്ലാത്തടുത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ വെളിപ്പാടില്ലാത്തടുത്ത് ജനം അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരിയായ വെളിപ്പാടിലേക്ക് നയിക്കുവാൻ അധികാരമുള്ളവർ ആമേൻ, അതെ, പത്രോസിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണ്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാമെന്ന് വാക്കു പറഞ്ഞ നല്ല കർത്താവിന്റെ മഹനീയ സാന്നിധ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ വേഗം. യോബിന്റെ പുസ്തകം, ഹല്ലേലൂയ, വേഗം വായിച്ചു. യോബിന്റെ പുസ്തകം 38-1. അനന്തരം യഹോവ ചുഴലിക്കാറ്റിന് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞു. 38:1. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളിച്ചതെന്തെന്നാൽ, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന്, നമുക്കറിയാം ചുഴലിക്കാറ്റ് വന്നാൽ നിൽക്കുന്നവനെ പൊക്കി എടുത്തോണ്ട് പോകും, അല്ലേ? ഹല്ലേലൂയ. ചുഴറ്റിയടിക്കുന്ന കാറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ചുഴലിക്കാറ്റ് എവിടെയെങ്കിലും അടിച്ചാൽ അവിടെ കിടക്കുന്ന സകല പൊടി പടലങ്ങളെയും എത്ര വലിയ വ്യക്തിയെയും എടുത്ത് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് ചുഴലിക്കാറ്റ്. ആമേൻ. വെള്ളത്തിന്റെ അകത്ത്, ചുഴിക്കകത്ത് അകപ്പെട്ട ഒരു മനുഷ്യൻ രക്ഷപ്പെടുക സാധ്യമല്ല. അപ്പൊ മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ചുഴലിക്കാറ്റിനകത്ത് നിന്ന് ഇയ്യോബിനോട് സംസാരിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഇന്ന് പകൽ ആമേൻ, നിനക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ല. ആമേൻ. ചുഴറ്റിയടിക്കുന്ന കാറ്റ് പോലെ നിന്നെ തകർത്ത് കളയത്തക്ക വിധത്തിലുള്ള പ്രശ്നത്തിനകത്ത് നീ അകപ്പെട്ടിരിക്കുമ്പോൾ അതിനകത്ത് ദൈവശബ്ദം കേൾപ്പിച്ച് നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഇന്ന് പകൽ ആമേൻ നിന്നോട് ദൈവാത്മാവ് ഇടപെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, യോബിന്റെ ജീവിതത്തിൽ ചുഴലിക്കാറ്റ് പോലെ ചുഴറ്റി അടിച്ച് പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഓരോന്നായി കടന്നു വരുമ്പോഴും അവന്റെ മുമ്പിൽ ചുഴലിക്കാറ്റിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എന്താ അവനോട് സംസാരിച്ചത്? ആമേൻ. അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. മരണത്തിന്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അന്ധതമസിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? എന്താണ് മരണത്തിന്റെ വാതിലുകൾ? ആമേൻ. പാതാള ഗോപുരങ്ങൾ ആമേൻ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അന്ധതമസിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? ആമേൻ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവസഭയുടെ അംഗമായി മാറിയ ഒരു ദൈവവൈതലിനെ പാതാള ഗോപുരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, ആ മരണവാതിലിനകത്ത് നീ കടക്കുവാൻ അനുവദിക്കാതെ അവൻ നിന്നെ മുൻപോട്ട് നയിക്കുവാൻ, വെളിപ്പാടിലൂടെ മുൻപോട്ട് നയിക്കുവാൻ അധികാരമുള്ള സ്വർഗം ഇന്നും പകൽ ഇറങ്ങി വന്ന് നിന്നോട് ഇടപെടുന്ന പകൽ തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. മരണത്തിന്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് പകലിലും മരണകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി നിരാശപ്പെട്ടിരിക്കുന്ന ആരൊക്കെയോ അവിടെ ഇവിടങ്ങളിലുണ്ട്. എന്നാൽ മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ, പാതാളമേ നിൻ ജയമെവിടെ? ആമേൻ. മരണമേ നിൻ വിഷമുള്ളവിടെ? ആമേൻ. അതെ, മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പത്രോസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുത്ത പത്രോസിനോട് പറയുകയാണ്, പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ വിട്ടു
നീ എന്റെ സഭയുടെ അംഗമായി വെറും ഒരാളമല്ല. ഇന്ന് പകൽക്കാലം നിന്നെ ശക്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 107:17. അവൻ ഇന്ന് വായിച്ച സങ്കീർത്തനമാണല്ലോ. ആ സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. 107 സങ്കീർത്തനം അതിന്റെ 17 വാക്യം. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകത്യങ്ങൾ നിമിത്തമാവും കഷ്ടപ്പെട്ടു. ആരാ കഷ്ടപ്പെടുന്നത്? ഭോഷന്മാർ. ആരാ കഷ്ടപ്പെടുന്നത്? ഭോഷന്മാർ തങ്ങളുടെ ലംഘന ഹേതുവായും. ദൈവം വെച്ചിരിക്കുന്ന ആ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നവർ, ദൈവം കേൾപ്പിക്കുന്ന വചനത്തെ ലംഘിക്കുന്നവരെ കുറിച്ച് തിരുവചനം പറയുന്നത് അവർ ഭോഷന്മാരാണെന്ന്. ഇന്ന് മുതൽ ഭോഷന്മാരാകാതെ ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന ദൈവസഭയുടെ അംഗമാണെങ്കിൽ ഹല്ലേലൂയ, അവൻ നീ കഷ്ടപ്പെട്ടു പോകുക ദൈവം അനുവദിക്കത്തില്ല. എന്നാൽ കഷ്ടത നിന്റെ ജീവിതത്തിൽ അവൻ കൂടപ്പുറപ്പെടുന്നതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കഷ്ടത അവൻ ദൈവം വെച്ചിട്ടുണ്ട്. അവൻ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നവനാ. നോക്കണമേ, ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടത ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നപ്പോൾ അവൻ ദൈവം അവനോട് പറയുകയാണ്, ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകത്യങ്ങൾ നിമിത്തവുമായി കഷ്ടപ്പെടുക. അവൻ എന്നാൽ ആ കഷ്ടതയ്ക്കകത്ത് നിന്ന് നീക്കുപോക്ക് നൽകുന്ന ഒരു ദൈവം. അവൻ 107 സങ്കീർത്തനം അതിന്റെ 18 വാക്യം വായിക്കുമ്പോൾ അവർക്ക് സകലവിധ ഭക്ഷണത്തോട് വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരിക്കുന്നു. ആരാണ് മരണവാതിലോട് സമീപിക്കുന്നത്? ആർക്കാണ് സകലവിധ ഭക്ഷണത്തോട് വെറുപ്പ് തോന്നുന്നത്? ഭോഷന്മാർക്കാണ്. എന്താണ് അവർ ഭോഷന്മാരാകാൻ കാരണം? അവൻ ലംഘനങ്ങൾ. അവർ ദൈവത്തിന്റെ വചനത്തെ നിരസിക്കുന്നു. അവർ അന്ധതമസിൽ അകപ്പെടുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം അവൻ ചുട്ടുവഴിപ്പിച്ച ആ ദൈവത്തിന്റെ വചനം നിന്റെ കാതുകളിൽ കേൾപ്പിക്കുമ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ അത് രാവും പകലും നീ ധ്യാനിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നീ പോകുന്നിടത്തൊക്കെ നീ ശുഭപ്പെട്ടിരിക്കുക. അവൻ നിന്റെ പ്രവൃത്തി സാധിക്കുക. നീ കൃതാർത്ഥരായി മാറുക. തക്കവണ്ണം ഇടയായി തീരും. ഒരു രോഗത്തിനോ ഒരു പാതാളത്തിൽ നിന്ന് ഉയരുന്ന ഒരു പ്രതികൂലത്തിനോ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. ഹല്ലേലൂയ. നോക്കണമേ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഭോഷന്മാർക്ക് അവൻ സകലവിധ ഭക്ഷണത്തോടും എന്താണ് വെറുപ്പാണ്. ഹല്ലേലൂയ. അവൻ ഭക്ഷിപ്പാനായി തന്നിരിക്കുന്ന ആഹാരത്തെ ശരിയായ വിധത്തിൽ കഴിക്കാൻ പറ്റാതെ ഉള്ള കൊളസ്ട്രോളും ഷുഗറും എന്തെല്ലാം പ്രശ്നമല്ലേ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? അവൻ വചനം പറയുന്നു, അവൻ ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരിക്കുന്നു. അതെ, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ നീക്കുപോക്ക് ദൈവത്തിന്റെ പക്കലുണ്ടെന്ന് അവൻ ഇന്ന് പകൽ അവൻ തങ്ങളുടെ കഷ്ടത തിരിച്ചറിഞ്ഞ് നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ അവരുടെ നിലവിളി കേട്ട് അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് സങ്കീർത്തനക്കാരൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവൻ അതെ 107 സങ്കീർത്തനം അതിന്റെ 6 വാക്യവും 13 വാക്യവും 19 വാക്യവും 23 വാക്യവും വായിക്കുമ്പോൾ അത് നമുക്ക് ആവർത്തിച്ച് കാണുവാൻ കഴിയുന്നത് ഇതാണ്. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ഇന്ന് പകൽ കഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, നീ സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ട. ഇനി എനിക്ക് രക്ഷയില്ല, അയ്യോ എന്റെ അത്താണിയായിരുന്ന എന്റെ സംരക്ഷകനായിരുന്ന എന്റെ ഭർത്താവ് രോഗിയായി കിടക്കുകയാണ്, അവൻ തകർന്നു പോകുമെന്നുള്ള ഭീതി നിമിത്തം നീ സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ട വ്യക്തി അല്ല. ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല. ഒളിച്ചോട്ട് നിന്റെ പ്രശ്നത്തിന് പരിഹാരമല്ല. പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ ആ വെളിപ്പാടിലേക്ക് ഇന്ന് മകൻ നിന്നെ നയിപ്പാൻ ശക്തനായ ഇതിനകത്ത് തുലാമിക്കൊണ്ടിരിക്കുകയാണ്. അത് അനുഭവിക്കുന്നവർ കരകളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. 107 സങ്കീർത്തനം അതിന്റെ 1 വാക്യം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ കയ്യ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്നും വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും നിന്നും ദേശങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തമാർ അവന് അങ്ങനെ പറയട്ടെ. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ
ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. നോക്കുക, പാർപ്പാൻ ഒരു പട്ടണവും അവർ എന്ത് ചെയ്തില്ല? കണ്ടെത്തിയില്ല. നോക്കണമേ, അവൻ തകർന്നു പോകത്തക്ക വിധത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അനുഭവം. എന്നാൽ തങ്ങളുടെ കഷ്ടതയിൽ നിലവിളിക്കുന്ന ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ആ ദൈവത്തെ സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്യാണ്? വെളിപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായി ഭവിച്ചു. എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശകുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ആമേൻ നിന്റെ പ്രാണനെ നാശകുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിഞ്ഞ ആമേൻ ജനം പറയുകയാണ്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ദൈവ വൈദ്യനായി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച പത്രോസിനെ ശരിയായ വെളിപ്പാടിലേക്ക് നടത്തുവാൻ ശക്തരായ ദൈവം ഒരു പാതാള ഗോപുരങ്ങൾക്കും വിട്ടുകൊടുക്കാതെ ജയാളിയായി നിത്യതയിൽ എത്തുന്നത് വരെ നിന്നെ ശക്തിയോടെ നടത്തുവാൻ ശക്തരായ ഒരു ദൈവം. ഇന്ന് പകൽക്കാലം ആ വെളിപ്പാടിലേക്ക് ജനത്തെ നടത്തുവാൻ ദൈവം ശക്തരാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. അപ്പൊ പത്രോസ് എന്ന് പറയുന്ന ആ വ്യക്തി ആരായിരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു. ശീമോനാകുന്നവനെ കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതിനർത്ഥം പത്രോസ് എന്നാണ്. ഹല്ലേലൂയ. ഈ പത്രോസിനെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ 1:44 ഫിലിപ്പോസ് അന്ത്രോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നുവെന്ന്. ബെത്സയിദ എന്ന് പറഞ്ഞ ആ ജാതി കുറിച്ചാണ് പറയുന്നത്. അവര് ജാതീയ ആളുകളാണ്. അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല. അവർ കാണുന്നതിനെയൊക്കെ ദൈവമായി സങ്കല്പിച്ച് ആരാധിച്ചു വരുന്നവരാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് അവർ യേശുവിനെ കുറിച്ചുള്ള ആ പിതാവായ ദൈവത്തെ കുറിച്ചുള്ള അറിവ് ശരിയായ വെളിപ്പാടിലേക്ക് ആ നാട്ടുകാരനായ ആ ജാതിക്കാരനായ പത്രോസിനെ നടത്തുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഏത് ജാതിയിലും ഏത് വർണ്ണത്തിലും ഏത് ഗോത്രത്തിലും ആയിരിക്കുന്ന ഒരു മനുഷ്യനെ ശരിയായ വെളിപ്പാടിലേക്ക്, ശരിയായ കാഴ്ചപ്പാടിലേക്ക്, നിത്യതയിലേക്ക്, നിത്യമായ സ്വർഗത്തിലേക്ക്, നിത്യമായ സന്തോഷത്തിലേക്ക്, നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക്, സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ഒരു മനുഷ്യനെ കൈപിടിച്ചു നടത്തുവാൻ ഉലകത്തിൽ ഇറങ്ങി വന്ന ഒരേ ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് പകൽ ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാടിലേക്ക് അവൻ നടക്കുവാൻ തയ്യാറാകുമോ? വെളിപ്പാടിലേക്ക് കടന്നു വരുവാൻ തയ്യാറാകുമോ? ജീവിതകാലത്തിൽ ഒരിക്കലും കൈവിടാതെ നിത്യതയിലും അത് എത്തിച്ച് അവൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുവാൻ ശക്തനായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. നോക്കിക്കേ, അത് ബെത്സയിദയിൽ ജനിച്ച പത്രോസ് ഇനി മുക്കുവൻ എന്നല്ല അറിയപ്പെടുന്നത്, ജാതിയൻ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഇന്ന് ലൈവിൽ എന്നെ പ്രിയമുള്ളവരെ, നീ ആരോ ആകട്ടെ, നീ മാറിയവനെ പോലെ നീ ഒരു കൂട്ടായ്മയ്ക്കകത്ത്, ദൈവസഭയ്ക്കകത്ത്, സ്വർഗത്തില് പൗരത്വമുള്ളവനായി മാറത്തക്ക വിധത്തിൽ നീ ആയിരുന്ന ജോലി മേഖലയിൽ യേശുവിനെ കുറിച്ച് കേട്ട വചനം നിമിത്തം നീ ഇറങ്ങി തിരിച്ചെങ്കിൽ ഇന്ന് നീ ഒറ്റയ്ക്കല്ല, നീ അന്യനല്ല, പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ പൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. പുരാതന സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗത്തിന്റെ അംഗത്വം നിനക്കൊണ്ടെന്ന്, ആ ഭവനത്തിലെ അംഗമാണെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. ചോദിക്കുന്നതിലും അധികം
ആമേൻ നിനക്ക് വേണ്ടി നൽകുവാൻ കഴിയുന്ന ആ സ്വർഗത്തിലെ ഭവനത്തിന്റെ ഒരംഗമായി ഹല്ലേലൂയ മാറ്റപ്പെടുന്ന ആമേൻ ഒരു അനുഭവം. ആമേൻ പത്രോസ് ഇപ്പോൾ അന്യനല്ല, പരദേശിയല്ല, സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അത് പത്രോസ് മാത്രമല്ല. ആമേൻ അതേ വായിക്കാം. ആമേൻ എഫെസ്യർ 2:20 ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ആമേൻ ദൈവസഭ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ് ദൈവസഭയുടെ അംഗമായി മാറുവാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലെ, ആമേൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് നിന്റെ അകത്തുണ്ടെങ്കിൽ, നിത്യതയെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് നിനക്കുണ്ടെങ്കിൽ, പിതാവായ ദൈവത്തെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ആമേൻ ഒരു ബേസിക്, ആമേൻ ഒരു മാസ്റ്റർ പ്ലാൻ, അതിൻ പ്രകാരമാ ദൈവസഭ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു ശുശ്രൂഷ ആമേൻ നിനക്കുണ്ടോ? ആമേൻ ഇന്ന് പകൽ നിന്റെ വിളിയും നിന്റെ തെരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കണം. യോശുവയോട് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ആമേൻ പ്രാർത്ഥനയുടെ ആത്മാവാണ് നിന്റെ മേലുള്ളത്, വചന ശുശ്രൂഷയ്ക്കുള്ള കൃപയാണോ നിനക്കുള്ളത്, സഹായിക്കാനുള്ള കൃപയാണോ നിനക്കുള്ളത്, അത് തിരിച്ചറിഞ്ഞ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. വെളിപ്പാട് പുസ്തകം 21:14 വായിക്കുമ്പോൾ നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ടായിരുന്നു. ആമേൻ അതേ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കടന്നുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ വെളിപ്പാടിൽ കണ്ട് എഴുതിയ വെളിപ്പാട് പുസ്തകം. ആമേൻ അതേ 21-ാം അധ്യായം, പുതിയ ആകാശം പുതിയ ഭൂമി ഇനി സംഭവിക്കുവാൻ പോകുന്നതിനെ കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടി അതെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച അതെ അപ്പോസ്തലനായിരിക്കുന്ന അതെ യോഹന്നാനെ കൊണ്ട് അതെ എഴുതിപ്പിച്ച വെളിപ്പാട് പുസ്തകം വായിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ആമേൻ അതെ അവൻ മനസ്സിലാക്കണം. ആമേൻ നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനം. ഹല്ലേലൂയ. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആമേൻ മതിലും ആമേൻ അതിൽ 12 അടിസ്ഥാനം, അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും കടൽക്കരയിൽ മുക്കുവനായിരുന്ന പത്രോസ് ആമേൻ ഇറങ്ങിത്തിരിച്ച് അവന് ശരിയായ വെളിപ്പാടിലേക്ക് ദൈവം കൈപിടിച്ച് നടത്തിക്കൊണ്ടുവരികയാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു, അവൻ മണ്ണോട് മണ്ണായി. അവൻ ഇന്ന് അവൻ ദൈവത്തിന് വേണ്ടി ഓടിയവനാണ്, അവൻ നിത്യതയിൽ ഉണ്ട്. എന്നാൽ വരും കാലങ്ങളിൽ അവനെ കുറിച്ച് അതേ മതിലുകളിൽ ആമേൻ അതെ എഴുതി വെക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ആമേൻ ദൈവസഭയുടെ അംഗമായ പത്രോസിനെ ശേഷം അപ്പോസ്തലന്മാരെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യനെ, അഭിഷക്തനെ, ആമേൻ സുവിശേഷക മാതാവേ, പിതാവേ, ഈ കഷ്ടമുള്ള ലോകത്ത്, ഈ നെടുവീർപ്പുള്ള ലോകത്ത് തകർന്നു പോകാതെ, പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ, മാരക രോഗങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ ജയാളിയായി മുൻപോട്ട് പോകത്തക്ക വിധത്തിൽ മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അവരെ ആരാധിക്കുന്ന ആമേൻ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവർ ഉറപ്പുള്ളവരായിരിക്കണം, അവർ ധൈര്യമുള്ളവരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 2:14 അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില വെളിപ്പാടുകളുണ്ട്. ആമേൻ ശേഷം 11 പേരും അതെ ഒരുമിച്ച് നിന്നുകൊണ്ട് ജനത്തോട് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 2:27 വായിക്കുമ്പോൾ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്ന സങ്കീർത്തനത്തിൽ ദാവീദ് അവൻ പ്രാപിച്ച വെളിപ്പാട് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. 1 പത്രോസ് 2:4 മനുഷ്യൻ തന്നെയെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് ഹല്ലേലൂയ ഞാനും ഹല്ലേലൂയ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. നോക്കണമേ, പ്രാണനെ പാതാളത്തിൽ വിട്ടുകൊടുക്കാതെ, പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കാതെ ആമേൻ മനുഷ്യർ തള്ളി അല്ലെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ അവനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക എന്ന് ആക്രോശിച്ച ജനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ അതെ ഉയർത്തെഴുന്നേൽപ്പിച്ച ക്രിസ്തുവിനെ, നിങ്ങൾ ക്രൂശിച്ച യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നുവെന്ന് ഉറക്കെ പ്രസംഗിച്ച പത്രോസിന്റെ പ്രസംഗം കേട്ട
ജനത്തിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. 1 പത്രോസ് 2:6 വായിക്കുമ്പോൾ, ഞാൻ ശ്രേഷ്ഠവും മാന്യമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യില്ല, ലജ്ജിച്ചു പോകുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകുവാൻ ദൈവം എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. 1 പത്രോസ് 2:7 വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ഇന്ന് പകൽ ഈ കർത്താവിനെയാണോ നീ വിശ്വസിക്കുന്നത്? ഈ കർത്താവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് നിനക്കുണ്ടോ? ആമേൻ. നിങ്ങൾക്കൊരു മാന്യതയുണ്ടെന്ന്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീരുന്നു. ഹല്ലേലൂയ. 1 പത്രോസ് 2:5 വായിക്കുമ്പോൾ, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിട്ടെ, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് അവൻ ശരിയായ വെളിപ്പാടിലേക്ക് അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ വെളിപ്പാടിന്റെ കലവറകൾ ദൈവം തുറന്നു കൊടുക്കുകയാണ്. ദൈവസഭയ്ക്ക് താൻ അനുഗ്രഹീതമായ ലേഖനം എഴുതി അവൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ഇന്ന് പകൽ ദൈവസഭയിൽ അംഗമാണോ? ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടരാണോ? ഞാനും നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം ഹല്ലേലൂയ കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മെ ശരിയായ നിലയിൽ പണിയുവാൻ അധികാരമുള്ളവർ. മത്തായി സുവിശേഷം 18:17 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവരെ കൂട്ടാക്കാൻ ഞാൻ സഭയോട് അറിയിക്കാം. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യില്ല, ജയിക്കുകയില്ല. അവൻ സഭയോട് അറിയിക്കുക, സഭയെ കൂട്ടാക്കാൻ ഞാൻ അവൻ നിനക്ക് പുറംജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അവൻ പിണങ്ങിയിരിക്കുന്നവര്, സഹോദരനെ പഴിക്കുന്നവൻ, സഹോദരനെ പുച്ഛിക്കുന്നവൻ, സഹോദരനെ അംഗീകരിക്കാത്തവൻ. ഈ ദൈവസഭ എന്ന് പറയുന്നത് അവൻ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയുന്നു. ഇന്ന് പകലിലും ആ സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. എന്നിട്ട് ഈ സഭയ്ക്ക് ഒരു അധികാരമുണ്ടെന്ന് ദൈവം പ്രൂഫ് ചെയ്തു, ദൈവം വെളിപ്പെടുത്തി. ആമേൻ. അതെ, മത്തായി 18:18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അപ്പോ ഇന്ന് പകൽ ആമേൻ അധികാരം ദൈവസഭയ്ക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, കൈമാറിയിട്ടുണ്ട്. ഈ അധികാരത്തെ കുറിച്ച് പത്രോസിന് ശരിയായ ഒരു ബോധ്യം വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ. പത്രോസേ, ഞാൻ എന്റെ സഭയെ എന്ത് ചെയ്യും, പണിയും, പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യില്ല, അതിനെ ജയിക്കുകയില്ല. ഈ അധികാരം ദൈവസഭയ്ക്കുണ്ട്, പത്രോസിനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ അധികാരം ഉപയോഗിച്ച് ഈ ഭൂമിയിൽ അവൻ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന അപ്പോസ്തലന്മാർ നടത്തപ്പെടുന്ന ദൈവസഭ. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, അവർ യെരൂശലേമിൽ എത്തിയാവെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ട് ദൈവം തങ്ങളോട് കൂടി ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. അപ്പോ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും അവൻ ദൈവസഭയെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്, ദൈവം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 കൊരിന്ത്യർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക്. നോക്കിക്കേ, അവിടെയും ഇവിടെയും എവിടെയും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ കുറിച്ച് ആമേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന. അപ്പൊ ബേത്സയിദക്കാരനായ പുറംജാതിക്കാരനായ പത്രോസിനെ കടൽക്കരയിൽ നിന്ന് വിളിച്ച് ശരിയായ വെളിപ്പാടിലേക്ക് കൊണ്ടുവന്ന് അവനിലൂടെ ഈടിച്ച ലേഖനങ്ങൾ അതെ ദൈവസഭയ്ക്ക് എഴുതി കൊടുത്ത് ആമേൻ അതെ പൗലോസിലൂടെ ലേഖനം എഴുതി ആമേൻ ദൈവസഭയെ ഉറപ്പിക്കുകയാണ്, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി. ആമേൻ. അതുകൊണ്ട് 1 കൊരിന്ത്യർ 10:31 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ പാടിയാലും പ്രാർത്ഥിച്ചാലും നീ ആരാധിച്ചാലും നീ പ്രസംഗിച്ചാലും തിന്നാലും കുടിച്ചാലും എല്ലാം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുക.
വരികയാണ്. വഴക്കുണ്ടാക്കി പണങ്ങി വൈരാഗ്യത്തോടെ ഹല്ലേലൂയ ദൈവനാമം ദുഷിക്കപ്പെടുന്ന രീതിയിൽ ആയിരിക്കുവാനല്ല ദൈവസഭയെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. എന്ത് ചെയ്താലും എന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കിയാൽ അതിനകത്ത് ദൈവനാമം മഹത്വപ്പെടണമെന്നാണോ? അല്ല. ആമേൻ. അതെ. ആകയാൽ 1 കൊരിന്ത്യർ 10:32 യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. ആമേൻ. ഇടർച്ചയില്ലാത്തവരാകണം. കുടുംബത്തിനകത്ത് നീ ഇടർച്ചയില്ലാത്തവനാകണം. രാജ്യത്തിൽ നീ ഇടർച്ചയില്ലാത്തവനാകണം. സമൂഹത്തിൽ നീ ഇടർച്ചയില്ലാത്തവനാകണം. എബ്രായർ 13:12 വായിക്കുമ്പോൾ അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആമേൻ. എന്തിനാ? ആമേൻ. അതെ, സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം എന്ത് ചെയ്യും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ആമേൻ, നമുക്ക് കഷ്ടമൊക്കെ ഉണ്ട്. ആമേൻ. ആ കഷ്ടത്തിനകത്ത് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് 107:6, 13, 19, 28 വാക്യങ്ങൾ ആമേൻ ഓർപ്പിച്ചുണർത്തുന്നത്. അവർ തങ്ങളുടെ കർത്തതയിൽ യഹോവയോട് നിലവിളിച്ചു. ഹല്ലേലൂയ. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? വിടുവിച്ചു. ഹല്ലേലൂയ. കഷ്ടതയ്ക്കകത്ത് നിന്ന് ആമേൻ നീക്കുപോക്ക് നൽകി. ആമേൻ. ഹല്ലേലൂയ. അതെ, കഷ്ടതയ്ക്കകത്ത് നിന്ന് നീക്കുപോക്ക് നൽകി നമ്മെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. അതെ. ഹല്ലേലൂയ. അതെ, കഷ്ടതയ്ക്കകത്ത് നിന്ന് നീക്കുപോക്ക് നൽകി നമ്മെ ആമേൻ ശക്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തിയുള്ളവർ, വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം. എന്തിനു വേണ്ടിയാണ് യേശു ക്രൂശിൽ കഷ്ടം അനുഭവിച്ചത്? ആമേൻ. അവൻ വീണും എഴുന്നേറ്റും അവസാനത്തുള്ളി രക്തം വരെ കാൽവറിയിൽ ഒഴുക്കിയത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. എന്നെ നിന്നെയും ശരിയായ വെളിപ്പാടിലേക്ക് നടത്തുവാൻ, ആ നിത്യതയിൽ എത്തിക്കുവാൻ. ആമേൻ. പാപം ആമേൻ അതെ ക്ഷമിച്ച് ഹല്ലേലൂയ ദൈവവൈദ്യനാക്കി ആമേൻ നിത്യതയിൽ എത്തിക്കുവാൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. ഹല്ലേലൂയ. ആമേൻ. എബ്രായർ 13:14 വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഹല്ലേലൂയ. പലരുടെയും ധാരണ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന പലരുടെയും ധാരണ ഇവിടെ നിന്നൊന്നും പോകത്തില്ലെന്ന്. അതുകൊണ്ടല്ലേ പണിതിട്ടും തീരുന്നില്ലെന്ന്. ഓരോ വർഷവും പുതിയ പുതിയ മോഡല് എക്സ്റ്റേൺ ചെയ്തുകൊണ്ടിരിക്കുക. മനോഹരമായ വീട് പണിയുന്നത് കണ്ടാൽ വിചാരിക്കും ഇവിടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. വാങ്ങിച്ചു കൂട്ടുന്ന ആമേൻ വസ്തുവിന്റെ കണക്കും മക്കളെയും കൊച്ചുമക്കളെയും പേരിലൊക്കെ കൂട്ടി ഡിപ്പോസിറ്റ് ചെയ്യുന്നതും ആമേൻ കേട്ടാൽ അവര് വിചാരിക്കും ഇവിടം കൊണ്ടൊന്നും ആമേൻ പോകുന്നവരല്ല, ഹല്ലേലൂയ, തീരുന്നവരല്ല എന്ന് പറഞ്ഞാൽ കുറെ ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുകയാണ് ആമേൻ അതെ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഹല്ലേലൂയ. വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഇന്നും പകലിലും നിന്റെ ആമേൻ അന്വേഷണം എന്താ? ആമേൻ നീതിയും രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ ലഭിക്കും. ഹല്ലേലൂയ. നിനക്ക് ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കും. ഹല്ലേലൂയ. നീ ഭൂമിയിലായിരിക്കുമ്പോ ഈ ഭൂമിയിൽ പിന്നെയും വാരിക്കൂട്ടുക, പിന്നെയും ആമേൻ സ്വരൂപിക്കുക. നീ അന്വേഷിച്ചോടാതെ. ഹല്ലേലൂയ. ഇന്ന് പലരും അന്വേഷിക്കുന്നത് എന്താണ്? എവിടെയാണ് നല്ല സ്കൂള്, എവിടെയാണ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളത്, എവിടെയാണ് നല്ല മെറ്റീരിയൽ കിട്ടുന്നത്. അവര് പണിതിനെക്കാട്ടിൽ സൂപ്പർ ക്വാളിറ്റിയുള്ള സൂപ്പർ മോഡല് ഏത് എഞ്ചിനീയർ ആണ്? നോക്കിക്കേ. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരെ, ആരാധിക്കുന്ന ദൈവവൈദ്യരെ, കർത്താവ് കഷ്ടം അനുഭവിച്ചു. എന്തിനു വേണ്ടിയാ? ആ ഏദനിൽ വീണുപോയ മനുഷ്യനെ ദൈവിക കൂട്ടായ്മയിലേക്ക് ആമേൻ കൊണ്ടുവരുവാൻ. കർത്താവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാ. ആമേൻ. വിളിക്കപ്പെട്ട ദൈവജനം ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവവും അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവം അന്വേഷിക്കുന്നത് അങ്ങനെയുള്ളവരെ. എന്നാൽ ആമേൻ ദൈവവൈദ്യൻ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരന്വേഷിക്കുന്നത് ആമേൻ എവിടെയാണ് പുതിയ ജോലി, എവിടെയാണ് ഓഫർ കിട്ടുന്നത്, എവിടെയാണ് കൂടുതൽ നേട്ടങ്ങൾ കിട്ടുന്നത്. അവർ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഓട്ടത്തിനിടയിൽ ആമേൻ പത്രോസിനെ വിളിച്ചിട്ട് ശരിയായ വെളിപ്പാടിലേക്ക് ഇറക്കിക്കൊണ്ടുവരുമ്പോ പറയാ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവേ ഈ
വെളിപ്പാട് നിന്റെ അകത്ത് നൽകിയിരിക്കുന്നത്. ആ വെളിപ്പാടുകളിൽ ചുവട് വെച്ച് തുടങ്ങിയ പത്രോസിന് ദൈവം വെളിപ്പാടിന്റെ കലവറകൾ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഇടത്തെ ലേഖനങ്ങൾ എഴുതി ദൈവജനത്തെ ഉറപ്പിക്കുവാൻ കൊണ്ടമിടയായി തീർന്നു. ഇന്ന് പകൽ നിന്റെ തലമുറകളെ നീ ദൈവവചനത്തിൽ ഉറപ്പിക്കണം. വെളിപ്പാടിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുവാൻ കൊണ്ട് ഇടയായി തീരുക. നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ, നിന്റെ സ്ഥാപനത്തിലുള്ളവരെ, നിന്റെ ചുറ്റുപാടുമുള്ളവരെ, നിന്റെ രാജ്യത്തുള്ളവരെ ദൈവത്തിലേക്ക് നടത്തത്തക്ക വിധത്തിലുള്ള ഒരു വെളിപ്പാട് ഇന്ന് പകൽ നീ പ്രാപിക്കുവാൻ ഇടയാകണം. യേശുവിനെ കുറിച്ചുള്ള ശരിയായ ഒരു വെളിപ്പാട് നീ പ്രാപിക്കുവാൻ ഇടയാകണം. 12 സംവത്സരം രക്തം വാർന്നൊഴുകിയ സ്ത്രീക്ക് ഒരു വെളിപ്പാടുണ്ടായി. എന്റെ കാശ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥയല്ല എന്റെ ശരീരത്തിൽ ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനോടകം എന്റെ കാശ് വാങ്ങി പിടുങ്ങിയ ആർക്കെങ്കിലും എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഒരു കാര്യം അവളുടെ ഇതിനോടകമുള്ള ജീവിതയാത്രയിൽ അവൾക്ക് മനസ്സിലായി. അവളുടെ അകത്തൊരു വെളിപ്പാട് കയറി. യേശുവിനെ കുറിച്ചുള്ള കേൾവി അതേ വെളിപ്പാടിലേക്ക് അവളെ നടത്തി. അവിടെ വെച്ച് അവൾ വൈദ്യന്മാരാൽ സൗഖ്യമാകാത്തവൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ അവൾ വിശ്വസിച്ച് ആ വെളിപ്പാടിൽ കാറ്റുവടുകൾ വെച്ച് അവൾ തൊട്ട മാത്രയിൽ അവളുടെ ആ അവസ്ഥ മാറി. ഇന്ന് പകൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാടിലേക്ക് നീ ചുവട് വെക്കാമെങ്കിൽ നീ അഭിമുഖീകരിക്കുന്ന ആരെ കൊണ്ടും പരിഹരിക്കപ്പെടാൻ പറ്റാതെ ആയിരിക്കുന്ന വിഷയത്തിനകത്ത് നിനക്ക് മറുപടി നൽകി നിനക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ ഉതകമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് പകൽ ലൈവിലൂടെ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകലിലും അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ ലോകത്ത് നിന്ന് ഉയരുന്ന രോഗങ്ങൾക്ക്, ആമേൻ, കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾക്ക്, മരുന്നുകൾക്ക് അല്ല, ആമേൻ, പ്രതികൂലങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. കാരണം നീ ദൈവസഭയുടെ അംഗമാ. വെറും ഒരു അംഗമല്ല, വെളിപ്പാടുള്ള ഒരു ദൈവ പൈതലാണ്. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവുമായിട്ട് കണക്ഷൻ ഉള്ളവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. വരുവാനുള്ള അത്രേ നാം അന്വേഷിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരാൻ സമയമായി. അവന്റെ വരവിങ്കൽ നാം ഇവിടെ നിന്ന് എടുക്കപ്പെടണം. 2 കൊരിന്ത്യർ 6:14 നിങ്ങൾ അവിശ്വാസികളുടെ കൂടെ ഇടയില്ല പിണകൂടരുത്. ദൈവത്തിന്റെ പൈതലെ, ദൈവസഭയ്ക്ക് അനുഗ്രഹീതമായ ഈടിറ്റ ലേഖനം എഴുതി വെളിപ്പാടിന്റെ കലവറകൾ തുറന്നു കൊടുത്ത് സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ദമസ്കോസിന്റെ പടിവാതിക്കൽ അവൻ അത് വീണ് കിടന്ന് ദൈവശബ്ദത്തിന് തന്നെ സമർപ്പിച്ച അനുഗ്രഹീതനായ അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സകല കൃപകളും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവസഭയ്ക്ക് ലേഖനം എഴുതി ഓർപ്പിച്ചുണർത്തിയത് നിങ്ങൾ അവിശ്വാസികളോട് ഇടയില്ല പിണകൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലേ, അതേ പടകും വലയും വിട്ട് ഇറങ്ങിത്തിരിച്ച പത്രോസിന് ശരിയായ വെളിപ്പാടിലേക്ക് നയിക്കുവാൻ ദൈവം ശക്തിയുള്ളവനെന്ന് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ആ വെളിപ്പാടിലേക്ക് നിങ്ങളൊന്ന് കയറി വരാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അതെ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുവാൻ ഇടയായാൽ ഇനി ഒരു യാഗവും എന്ത് ചെയ്യുന്നില്ല, ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ശരിയായ വെളിപ്പാടിലേക്ക് കൈപിടിച്ചു നടത്തുന്ന സർവശക്തനായ ദൈവം അവൻ അത് 2 കൊരിന്ത്യർ 7:1 വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വിശുദ്ധ പകലിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നാം ആരാധിക്കുന്ന ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് മോശ ഹോരേബിൽ കയറി ചെന്നപ്പോൾ അവൻ അതുവരെ കാണാത്ത, ലോകത്തിൽ ആരും കാണാത്ത ഒരു വെളിപ്പാട് അവൻ കാണുകയാണ്. ഒരു മനോഹരമായ കാഴ്ച അവൻ ദർശിക്കുകയാണ്. വെന്തുപോകാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുൾപടർപ്പ്. ആ മുൾപടർപ്പിനകത്ത് ദൈവശബ്ദം അവൻ കേൾക്കുകയാണ്. ഇന്ന് പകലും ശരിയായ ആംഗിളിലേക്ക്, ശരിയായ വെളിപ്പാടിലേക്ക് നിന്നെ എത്തിക്കുന്ന ദൈവത്തെ കുറിച്ച് അത്രേ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. എഫെസ്യർ 2:10 വായിക്കുമ്പോൾ, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുകയാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, അവയെ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ അവിടുത്തെ കൃപയാൽ തന്റെ പുത്രനെ അയച്ച് വിശ്വാസത്താൽ കൃപയാലത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് ദൈവമക്കളെന്ന് അഭിമാനിച്ച് നടക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ശരിയായ വെളിപ്പാടില്ലെങ്കിൽ, ശരിയായ കാഴ്ചപ്പാടില്ലെങ്കിൽ ആ നിത്യതയിൽ നാം എത്തുകയില്ല. സ്തോത്രം. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുവാൻ, ആമേൻ, യോശുവയെ ഉറപ്പിച്ചു നിർത്തുവാൻ ശക്തരായ ദൈവം, പത്രോസിന് വെളിപ്പാട് കൊടുത്ത് ഉറപ്പിച്ച ദൈവം, ഇന്ന് പകൽ പൗലോസിനെ വെളിപ്പാടിലേക്ക് നയിച്ച ദൈവം എന്നെയും നിങ്ങളെയും ദൈവസഭയുടെ അംഗമായി കേവലം ആമേൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കുവാൻ ഓടുവാനല്ല, നിലനിൽക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി വെളിപ്പാടുള്ളവരായി ജീവിക്കുവാൻ. ആമേൻ. അതേ അപ്പോസ്തല പ്രവൃത്തി 28:18 വായിക്കുമ്പോൾ, അവർ വിസ്തരിച്ചാലെ മരണയോഗ്യമായതൊന്നും എന്നിൽ കാണായില്ല, എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു. അതേ വെളിപ്പാടുമായി മുമ്പോട്ട് പോകുന്ന അനുഗ്രഹീതനായ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ആമേൻ മരണത്തിന്, പാതാളത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ആമേൻ വിസ്തരിക്കാൻ വേണ്ടി പടയാളികൾ പിടിച്ച് അത് വിസ്തരിക്കാൻ നോക്കിയപ്പോൾ മരണയോഗ്യമായതൊന്നും കണ്ടില്ല. ഇന്ന് പകലിലോ ആമേൻ പാതാളത്തിനോ രോഗത്തിനോ ആമേൻ ബാധയ്ക്കോ വൈറസിനോ ആമേൻ നമ്മളെ പിടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവസഭയുടെ അംഗമായ ദൈവത്തിന്റെ പൈതലെ, ഞാനും നീയും ദൈവസഭയുടെ അംഗമാണെങ്കിൽ വചനം പറയുന്നു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാളത്തിൽ ഉയർന്നു വരുന്ന ഒരു രോഗങ്ങൾക്കും, ഹല്ലേലൂയ, ഒരു മരണത്തിനും നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ പണിയുന്ന കർത്താവ് ഇന്ന് പകരത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് കൊടുക്കുന്നു. നീ കേൾക്കുന്ന വചനം കേട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. നിന്റെ കാഴ്ചപ്പാട് മാറരുത്, നിന്റെ ലക്ഷ്യം മാറരുത്. ആമേൻ. നമ്മുടെ ഇവിടുത്തെ പൗരത്വം എടുത്തവരല്ല, സ്വർഗീയ പൗരത്വമുള്ളവരാ. ഇവിടെ നിലനിൽക്കുന്ന നിലമില്ലെന്ന് വെട്ടിപ്പിടിച്ച് ഡിപ്പോസിറ്റ് ചെയ്ത് ആമേൻ പിന്നെ അന്വേഷണം ഇവിടെ ആകരുത്. ആമേൻ. ഇവിടുന്ന് പോകേണ്ടവരാ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ നാം തിരിച്ചറിയണം. എഫേസ്യർ 6:10 വായിക്കുമ്പോൾ, ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിനും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ദൈവത്തിന്റെ പൈതലെ, ഇവിടെയുള്ള കഷ്ടതയ്ക്ക് നിന്നെ ആമേൻ തകർക്കുവാൻ കഴിയത്തില്ല. നീ എന്ത് ചെയ്യണം? ആമേൻ കഷ്ടതയുടെ മധ്യത്തിൽ നിന്നെ വിട്ടുകൊടുക്കാത്ത ആ ദൈവത്തിന്റെ പാത, ആമേൻ പാതാളത്തിന് അവനെ തകർക്കുവാൻ കഴിഞ്ഞില്ല, പാതാള ഗോപുരങ്ങൾക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല, മരണപാശങ്ങൾക്ക് വിട്ടുകൊടുത്തില്ല. കാരണം അവൻ ആത്മാവിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പോരടിച്ച്, ഇവിടെ വെട്ടിപ്പിടിച്ച്, ആമേൻ ഇവിടെ ഒതുങ്ങുവാൻ തയ്യാറാകാതെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിന്നെ രോഗിയാക്കാൻ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ തിരിച്ചറിഞ്ഞ് എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കെതിരെ എന്നും യുദ്ധമുണ്ട്. നീ ദൈവസഭയുടെ അംഗമാണോ? നിനക്ക് പോരാട്ടമുണ്ടെന്ന്, ലോകമനുഷ്യനില്ലാത്ത വെല്ലുവിളി നിനക്കുണ്ടെന്ന്. കാരണം ദൈവസഭയ്ക്കെതിരെ ശക്തമായി അതേ വെല്ലുവിളിയുണ്ട്. അപ്പൊ ആ സഭയുടെ ഒരു അംഗമാണ് ഞാനും നിങ്ങളുമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും എതിരെ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ ജയിക്കുവാൻ ഒരു ദൈവപൈതൽ ശക്തിയുള്ളവനായി മാറണമെന്നുള്ള വെളിപ്പാട് നീ പ്രാപിക്കണം. അതുകൊണ്ട് പൗലോസ് എഫേസിലുള്ള ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ കേവലം പാടി പ്രാർത്ഥിച്ച് ആരാധിച്ചു പോകുന്നവരായി മാത്രമല്ല, നിങ്ങൾക്കെതിരെ പാടുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വിശുദ്ധിക്ക് വേർപാടിന് വേണ്ടി നിൽക്കുന്ന നിങ്ങൾക്കെതിരെ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെടാതെ ദയാളിയായി മുന്നേറുവാൻ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 7:16 വായിക്കുമ്പോ, ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല.
ദൈവസഭയ്ക്കുള്ള പ്രൊട്ടക്ഷനെ കുറിച്ചാ അവിടെ പറയുന്നത്. ആമേൻ. അതെ, പുതിയ ആകാശത്തിൽ പുതിയ ഭൂമിയിൽ. ഹല്ലേലൂയ. എന്നാൽ ഈ ഭൂമിയിൽ ശരിയായ വെളിപ്പാട് പ്രാപിച്ചിരിക്കുന്ന മനുഷ്യർ, അതേ കുരുടൻ, അതേ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. ആമേൻ. ആ യെരിഹോവിൽ ആമേൻ യേശു കടന്നു പോകുമ്പോ ആമേൻ 2 കുരുടന്മാർ, ആമേൻ, അവർക്ക് കാഴ്ചയില്ലെങ്കിലും യേശുവിനെ കുറിച്ച് കേട്ട മാത്രമേ അവർക്കൊരു വെളിപ്പാട് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്താണ്? ആമേൻ, ലോകത്തെ കാണുവാൻ കഴിയാത്ത ഞങ്ങളുടെ കണ്ണിനെ തുറക്കുവാൻ അധികാരമുള്ളവനത്രേ യേശു. ആമേൻ. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമെന്നുള്ള വെളിപ്പാട് അവരുടെ അകത്ത് കയറിയപ്പോ അവന് നിലവിളിക്കുവാൻ തയ്യാറായി. അവരുടെ നിലവിളി മിണ്ടാതാക്കാൻ നോക്കിയവരുടെ മുമ്പിൽ ആ വെളിപ്പാട് പ്രാപിച്ച ആ കുരുടന്മാരുടെ കണ്ണുകൾ തുറന്ന് അതേ ദൈവം സൃഷ്ടിച്ച മനോഹരിത കണ്ട് ആകാശം ദൈവത്തിന്റെ അതേ പ്രവൃത്തി എന്ത് ചെയ്യുന്നു? വർണ്ണിക്കുന്നു. ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അത് കണ്ട് ദൈവത്തെ സ്തുതിക്കത്തക്ക വിധത്തിൽ ആ 2 കുരുടന്മാരുടെ കണ്ണുകളെ തുറക്കുവാൻ അവരുടെ നിലവിളിക്ക് മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ദൈവം ഇന്ന് മുതൽ സഹോദര നിന്റെ നിലവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ അവരുടെ വിഷയത്തിന്മേൽ അവൻ തൊട്ടെന്ന് ഇന്ന് പകൽ നിന്റെ വിഷയത്തെ അവൻ തൊടുന്ന പകലാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ നിലവിളിക്ക് അറുതി വരുന്ന ദിവസമാണ്. ഹല്ലേലൂയ. നീയും ദൈവത്തിന്റെ മഹത്വം കണ്ട് ദൈവത്തിന്റെ കൈവേലയെ കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കുന്ന ഒരു ദൈവമൈതലല്ലേ. ഹല്ലേലൂയ. വെളിപ്പാട് 2:16 വായിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാതെ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ഹല്ലേലൂയ. ഇതുവരെയും മാനസാന്തരപ്പെടാത്തൊരു വ്യക്തിയാണ്, ദൈവസഭയുടെ അംഗമാകാത്ത വ്യക്തിയാണോ? ഹല്ലേലൂയ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ. എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ എവിടെയെല്ലാം സഞ്ചരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഈ മാനസാന്തരത്തിന്റെ പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കാലത്ത് ആകെയാ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വാളുകൊണ്ട് അവരോട് പോരാടും. നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ സമയം. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഈ പാറമേൽ ഞാൻ എന്റെ സമയം പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. പത്രോസിനെ കടൽക്കരയിൽ നിന്ന് വിളിച്ച് ഇറക്കി അവനെ ഉപേക്ഷിക്കാതെ, ഹല്ലേലൂയ, അവനെ വെളിപ്പാടിന്റെ ആ കലവറയിലേക്ക് നയിച്ച് അവനെ ഉറപ്പിച്ച് അവനിലൂടെ ഒരു കൂട്ടം ജനത്തെ നിത്യതയ്ക്ക് വേണ്ടി ഉറപ്പിച്ച് ആമേൻ. അതേ ദൈവം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യോശുവേ, മോശയോട് കൂടിയിരുന്നത് ഞാൻ നിന്നോട് കൂടിയിരിക്കും. ജീവിതകാലത്തിൽ ഒരിക്കലും ഒരുത്തിനും നിന്റെ നേരെ ഒരു രോഗത്തിനും ഒരു പ്രതികൂലത്തിനും അവൻ നിന്നെ തകർക്കാൻ വിട്ടുകൊടുക്കാതെ നിന്നെ പണിയുന്ന നമ്മെ പണിയുന്ന സർവശക്തനായ നമ്മുടെ കൂടെ മരണകരമായതൊന്നും മരണയോഗ്യമായതൊന്നും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിധിക്കാൻ നോക്കിയവർക്ക് കാണാൻ കഴിഞ്ഞില്ല. പിശാച് നിന്നെ തകർക്കാൻ അവസരം കൊടുക്കരുത്. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, അഭിഷേകനെ, ശുശ്രൂഷക, കർത്താവ് മടങ്ങി വരാൻ സമയം. ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവസഭയ്ക്ക് ദൈവം അധികാരം കൊടുത്തിരിക്കുക. നിങ്ങൾ അഴിക്കുന്നത് അവിടെ അഴിക്കും, നിങ്ങൾ കെട്ടുന്നത് കെട്ടും. ഇന്ന് പകൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം. ഇന്ന് പകൽ നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ മുറപ്പെടുത്തുന്ന, നിന്നെ നിരാശയിരുത്തിയിരിക്കുന്ന സകല മേഖലകളെയും യേശുവിൽ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുമാറട്ടെ. രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാടിലേക്ക് വന്നവരല്ല, യേശുവിനെ കുറിച്ച് കേട്ടവരല്ല. ഹല്ലേലൂയ. അവനെ കുറിച്ചുള്ള ആ വെളിപ്പാടിലേക്ക് എത്തുവാൻ അവരെ നയിപ്പാൻ യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്. യേശുവിനെ വിശ്വസിച്ചവർ സൗഖ്യമായിട്ടുണ്ട്. ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ രോഗിയായി തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അതേ, അപ്പോസ്തലന്മാരെ കാരാഗൃഹത്തിനകത്തടച്ചു.
അവിടെ നിന്ന് കർത്താവ് അവരെ പുറത്തെടുത്തു. പഴയ നിയമവും പുതിയ നിയമവും നാം വായിക്കുമ്പോൾ എവിടെയെല്ലാം ദൈവജനം പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നുപോയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം ഇറങ്ങി വന്ന് അവരെ അത്ഭുതകരമായി അത് വിടുവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ സങ്കീർത്തനം 107 ആമേൻ നാം വായിച്ചത്. ആമേൻ അവർ തങ്ങളുടെ കഷ്ടതയും യഹോവയോട് നിരപ്പിച്ചു. അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? വിടുവിച്ചു. ഇന്ന് പകൽക്കാലം ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പലർക്കും ഭക്ഷണത്തോട് എന്ത് തോന്നുന്നു? വെറുപ്പ് തോന്നുന്നു. നിനക്ക് വെറുപ്പുളവാകത്തക്ക വിധത്തിൽ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. പകൽക്കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ അവർ കടന്നുപോയ മേഖലകളിലെല്ലാം അവർ യഹോവയെ അവന്റെ നാമത്തെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഇന്ന് പകൽ ഹല്ലേലൂയ അവന്റെ പ്രവൃത്തികളെ അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ അവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. നാം പാടിയതുപോലെ ആമേൻ നാവ് പോരാ, വാഴ്ത്തി സ്തുതി. ഹല്ലേലൂയ. ആരാധിച്ച് മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ ഭവനങ്ങളിലിരുന്ന് ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ കർത്താവ് കൃപ ചെയ്യുന്നല്ലോ. ഇന്ന് പകലിലും ഈ ലൈവിൽ ഒരുമിച്ച് ആരാധിപ്പോ സമയം വേർതിരിച്ചിരുന്ന ആമേൻ ഞങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവിക വെളിപ്പാടിലേക്ക്, ശരിയായ ആ ദൈവിക കാഴ്ചപ്പാടിലേക്ക് അതേ പത്രോസിനെ ദൈവം നയിച്ചതുപോലെ പത്രോസിലൂടെ അനേകര് നിത്യതയ്ക്ക് വേണ്ടി പണിയപ്പെട്ടതുപോലെ ആമേൻ ഇന്നും ദൈവസഭയെ ദൈവം പണിതുകൊണ്ടിരിക്കുന്നു. പാതാള ഗോപുരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ നിത്യതയിൽ എത്തിക്കുന്നത് വരെ നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുരുക്കം വാക്കുകളിൽ ശബ്ദത്തിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മനസ്സിലുമായി സ്നേഹിക്കുന്ന കർത്താവേ, എനിക്ക് നല്ല സമയത്ത് ആവശ്യമിരിക്കുന്ന കർത്താവേ, ഇത്രത്തോളം സമയം കർത്താവയുടെ വാതിലുകളിലായി പങ്കെടുത്താൽ കൃപയുടെ കർത്താവേ ഒരാഴ്ചക്കാലം ജീവനാവശ്യമായി ജീവനോചിപ്പ അടികളെ സഹായിച്ചാൽ നന്ദി സൃഷ്ടിദാസനയുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നന്ദി കർത്താവേ. അപ്പോൾ ഇത്രത്തോളം സഹായിച്ചു പിന്നെയും കർത്താവ് ശക്തമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. വിഷയത്തെ പുത്തൻ കൃപ പുത്തൻ ദർശനാലോചന വെളിപ്പാട് നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബാംഗങ്ങളിലേക്ക് കരം പിടിച്ചു ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കഥങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. കാലത്ത് ആരാധന അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവോ, മൃദുരായി സന്തോഷമായി തീരുവോ കർത്താവിടെ ആക്കണമെന്ന് നന്ദി കർത്താവേ. കർത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അല്ലെങ്കിൽ ജോലികളായി പാർപ്പിടത്തെ കർഷകർക്ക് സജ്ജമെടുത്തിൽ ആശ്വാസത്തിന് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവർക്ക് പ്രിയാത്ത സ്ഥാനത്ത് ഞങ്ങളോട് കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമ്മെ കാക്കുന്ന നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം നമ്മെ താങ്ങി നടത്തട്ടെ. ഒരു പാട്ടിന്റെ ചരണങ്ങളിലൂടെ പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ചിട്ട് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. 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 താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ദൈവകൃപയ്ക്കായി ഞങ്ങളങ്ങേ നന്ദി പറയുക. ഇന്ന് പകൽ പ്രാരംഭം മുതൽ ഈ സമയം വരെയും കർത്താവിന് വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്നു. കർത്താവ് ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരും ഉറപ്പും ധൈര്യമുള്ളവരായി കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവസഭയുടെ അംഗമായി ആ ശരിയായ വെളിപ്പാടിലേക്ക്, ശരിയായ കാഴ്ചപ്പാടിലേക്ക്, ആ നിത്യത വരെ കൈപിടിച്ച് നടത്തുന്ന ആ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവിടെ ആക്കുന്നതോർത്ത് നന്ദി പറയുകയാണ്. ഞങ്ങളെ സഹായിച്ച ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പിന്നെ വിശുദ്ധരായി ജീവിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകണം. വചനം കേട്ട എല്ലാവരും സൗഖ്യമാക്കണം, വിടുവിക്കണമേ. അവരഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധി കാലത്തും നീക്കുപോക്ക് നൽകി ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിച്ചു. മഹത്വം അവിടത്തേക്കാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെയും ഉലകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടി കർത്താവിന്റെ രണ്ടാം വരവ് ഉണ്ടായിരിക്കുമാറാകും. നമുക്ക് എല്ലാവർക്കും ജയം നൽകിയ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് വീണ്ടും ലൈവിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു. ഈ ആരാധന, ഈ കൂട്ടായ്മ, ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലും ആയിത്തീർന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക. അത് ഞങ്ങളുടെ ഈ കൂട്ടായ്മയെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. ഗോഡ് ബ്ലസ് യു. സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത എന്ന ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അത് പാടുന്ന, ആരാധിക്കുന്ന, ശുശ്രൂഷിക്കുന്ന അത് കൂട്ടായ്മകളും ശുശ്രൂഷകളും അനുഗ്രഹപ്രദമായ നിലയിൽ പിന്നെയും ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ ദൈവം ഞങ്ങൾക്ക് നൽകേണ്ടതിനായി നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചോദിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥന വിഷയം ആർക്കെങ്കിലും ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പറാണ്. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടായ്മയിലേക്ക് നിങ്ങളായിരിക്കുന്ന ദേശത്ത് കടന്നുപോയി ആരാധിക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.